അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് പോയിന്റിനോട്, പറഞ്ഞ ആശയത്തോടുള്ള പ്രതികരണം ആർക്കും ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു, ആ ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം പറയുന്നില്ല. പകരം വെള്ളാപ്പള്ളി നടേശനെ ക്രൂശിക്കുകയാണ്. ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു 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 പൊതു നിലപാട് തന്നെ അതാണല്ലോ. ഇപ്പോൾ ഒരു ലോക്കൽ സെക്രട്ടറിയെ നിങ്ങൾ കണ്ടോന്നറിയില്ല വാർത്ത, തിരുവമ്പാടിയിൽ ഒരു ലോക്കൽ സെക്രട്ടറിയെ പാർട്ടിയിൽ നടപടി എടുത്തിരിക്കുക. അദ്ദേഹം ഒരു പ്രത്യേക മതത്തിനെതിരെ, നേതൃത്വത്തിനെതിരെ ഒരു നിലപാട് പറഞ്ഞു. അത് അവിടുത്തെ വിഷയമാണ്, അപ്പോഴേക്കും നടപടി എടുക്കുകയാണ്. തിരിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല. സലാം പറഞ്ഞിരിക്കുന്നു എന്താണ്, ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ, നടപടി എടുത്തോ. അതായത് മുസ്ലിം മതമൗലികവാദികൾക്കെതിരെ ഒരു ഫേസ്ബുക്ക് ഇട്ടാൽ, പോസ്റ്റ് ഇട്ടാൽ അപ്പം പുറത്താക്കാണ്. സലാം പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് എന്ന് സുധാകരനെതിരെ പറഞ്ഞതിനെ പറ്റിയിട്ട് ഒരു നടപടിയുമില്ല. ഞാനിത് എത്രയോ കാലമായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് എന്താണ് ആലപ്പുഴയിലെല്ലാം? മാർക്സിസ്റ്റ് പാർട്ടി ഒരു പ്രത്യേക സമുദായത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുകയാണ് പിണറായി വിജയനും സംഘവും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനെ മറന്നുകൊണ്ട്, അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി ആ പാർട്ടിയെ കെട്ടുകയാണ്. അവർക്ക് മുമ്പിൽ അടിയറവ് പറയുകയാണ്. വോട്ട് ബാങ്കിന് വേണ്ടി നിർലജ്ജം ഒരു പ്രത്യേക സമുദായത്തിന് അടിയറവ് പറയുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. പ്രകോപനപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതാണ് പാർട്ടിക്കകത്ത് കാണുന്നത്. സലാം എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഗണപതിയെ പരസ്യമായി തള്ളിപ്പറയാൻ സ്പീക്കർ അത് കുഴപ്പമില്ല. നോക്കൂ, നിങ്ങൾ നടപടിയെടുത്തോ. ലോക്കൽ സെക്രട്ടറിക്ക് നടപടിയെടുത്തു. തിരുവമ്പാടിയിൽ പരസ്യമായിട്ടാണ് ഷംസീർ 2 തവണ ഗണപതിയെ ആക്ഷേപിച്ചത്. നടപടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അത് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് പുറത്ത് കുതിര കയറിയത് കൊണ്ടോ അവർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ടോ കാര്യമില്ല.